27ാമത്തെ ആഴ്ചയിൽ നിങ്ങളുടെ കുഞ്ഞ് സ്വപ്നം കാണാൻ തുടങ്ങുന്നുണ്ട്. 27ാമത്തെ ആഴ്ചയിൽ അമ്മയുടെ വയറ്റിലെ കുഞ്ഞ് കൂടുതൽ ആക്റ്റീവ് ആവുകയും ചെറിയ അനക്കങ്ങൾ പോലും അറിയാൻ സാധിക്കുകയും ചെയ്യും. ഹലോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 27ാമത്തെ ആഴ്ചയിലെ കുഞ്ഞിൻ്റെയും അമ്മയുടെയും മാറ്റങ്ങളെക്കുറിച്ച്. ഈ സമയത്ത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാരം ഏകദേശം 90 ഗ്രാം മുതൽ 1 കിലോ വരെ ആയിരിക്കാം, അഥവാ ഒരു വഴുതനയുടെ വലുപ്പം. ഈ ആഴ്ചയിൽ കുഞ്ഞിൻ്റെ ചർമ്മത്തിൻ്റെ അടിഭാഗത്തായിട്ട് കൂടുതൽ കൊഴുപ്പുകൾ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. ഈ കൊഴുപ്പ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ താപനിലയെ നിയന്ത്രിക്കാനും ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിൻ്റെ പ്രധാന അവയവങ്ങളെ അവയുടെ സ്ഥാനത്ത് നിലനിർത്താനും സഹായിക്കുന്നു. അതേപോലെ കുഞ്ഞ് ഇപ്പോൾ മുമ്പത്തേക്കാൾ കൂടുതൽ ആക്റ്റീവ് ആവുകയും അവരുടെ കവിളുകൾ വലുതാവുകയും കൈകാലുകൾ കൂടുതൽ ശക്തിയായി അനങ്ങാനും തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഈ ആഴ്ച മുതൽ നിങ്ങൾക്ക് ഇടയ്ക്കിടെ കൂടുതൽ തൊഴിലുകൾ പ്രതീക്ഷിക്കാം. നിങ്ങൾ കുഞ്ഞിനെ എടുക്കുന്നതായി കൊഞ്ചിക്കുന്നതായിട്ട് സ്വപ്നം കാണാറുണ്ടോ? എങ്കിൽ കേട്ടോളൂ, 27ാമത്തെ ആഴ്ച മുതൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ മസ്തിഷ്കം സ്വപ്നം കാണാൻ പാകമായിട്ടുണ്ടാകും. അതുകൊണ്ട് ഒരുപാട് നേരം അനങ്ങിയതിന് ശേഷം അവർ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുമായിരിക്കും. കുഞ്ഞുങ്ങൾ എന്താണ് സ്വപ്നം കാണുന്നത് എന്ന് അറിയാൻ കഴിയില്ലെങ്കിലും ഇത്ര നേരത്തെ തന്നെ സ്വപ്നം കാണാനുള്ള കഴിവ് വികസിച്ചു എന്നത് അവരുടെ വളർച്ചയുടെ പ്രധാന നാഴികക്കല്ലാണ്. ഈ ആഴ്ചയിലെ മറ്റൊരു പ്രധാന മാറ്റമാണ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ കണ്ണുകൾ ഇപ്പോൾ തുറക്കാനും അടയ്ക്കാനും കഴിയും എന്നത്. കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിലെ മറ്റൊരു പ്രധാന നാഴികക്കല്ലാണ് ഈ ആഴ്ചയുടെ ആദ്യഘട്ടം എന്നത്. 9ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിൻ്റെ കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കുകയായിരുന്നു. എന്നാൽ 27ാമത്തെ ആഴ്ചയിൽ അവർ തുറക്കാൻ ആരംഭിക്കുന്നുണ്ട്. കണ്ണിലെ റെറ്റിനുകൾ പ്രകാശത്തെ സ്വീകരിക്കുകയും അത് തലച്ചോറിലേക്ക് എത്തിക്കുന്നതിനുള്ള പരിശീലനം തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ കുഞ്ഞിൻ്റെ കൺപീലികളും വികസിച്ചുകൊണ്ടിരിക്കുന്നു. ജനന സമയത്ത് വളരെ മനോഹരമായ കൺപീലികൾ കാണാവുന്നതാണ്. അത് പൊടിയിൽ നിന്നും കണ്ണുകളെ സംരക്ഷിക്കുന്നു. ഈ ആഴ്ച മുതൽ നിങ്ങൾ 3ാമത്തെ സെമസ്റ്ററിലേക്ക് കടക്കുന്ന സമയമാണ്. കുഞ്ഞിനെ കാണാൻ ഇനിയും 3 മാസം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. ഈ ആഴ്ചയിൽ നിങ്ങളുടെ വയറിന് ഒരു ബാസ്കറ്റ്ബോളിൻ്റെ അത്രയും വലുപ്പമുണ്ടാകും. ഗർഭപാത്രം വേഗത്തിൽ വളരാനും തുടങ്ങുന്നു. വയർ വലുതാകുന്നതോടൊപ്പം കൈകളിലും കാലുകളിലും കൂടുതൽ വീക്കം ഉണ്ടാവുക. ഇനിയുള്ള ആഴ്ചകളിൽ വയറ് ചൊറിയരുത്, കാരണം സ്ട്രെച്ച് മാർക്കുകൾ ഇരുണ്ടതാവാൻ തുടങ്ങും. ചൊറി മാറ്റാനായി ബദാം എണ്ണയോ വെളിച്ചെണ്ണയോ തേച്ച് നന്നായി മസാജ് ചെയ്യുക. ധാരാളം വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ സ്ട്രെച്ച് മാർക്കുകൾക്കായുള്ള മോയ്സ്ചറൈസിങ് ക്രീമോ ലോഷനോ തേക്കുക. അതേപോലെ വയറ് തള്ളി നിൽക്കുന്നതോടൊപ്പം പൊക്കിളും പുറത്തേക്ക് തള്ളി നിൽക്കാം, കാരണം പൊക്കിളിൻ്റെ ഭാഗത്ത് സമ്മർദ്ദം അനുഭവപ്പെടുന്നത് കൊണ്ടാണ്. പ്രസവശേഷം ഇവ സാധാരണ നിലയിലാവും. പൊക്കിളിൽ കുത്തുന്ന തരത്തിൽ വേദനിക്കുകയോ കുറച്ചു നേരം നീന്തി നിൽക്കുകയോ ചെയ്താൽ ഡോക്ടറിനെ കാണിക്കുക. ഇനി വരുന്ന പ്രഗ്നൻസി അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.